അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, രക്ഷിതാക്കളെ, 7ാം ക്ലാസ്സിലേക്ക് പുതുതായി തയ്യാറാക്കിയ പാഠപുസ്തകത്തിന്റെ 3ാമത്തെ പാഠമാണ് വായിക്കുന്നത്. എല്ലാവർക്കും 24 മണിക്കൂർ എന്നാണ് ഇതിന് ഹെഡിങ് കൊടുത്തിട്ടുള്ളത്. വലിയ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന ആളുകൾ നാം ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട്. അതിലെ വലിയ ഉസ്താദന്മാരുണ്ട്, വലിയ സമ്പത്ത് നേടിയ ആളുകളുണ്ട്, സാംസ്കാരികമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും എല്ലാ നിലക്കും ഉയർന്നു നിൽക്കുന്ന വലിയ ആളുകളെ നാം കണ്ടെത്തിയിട്ടുണ്ട്, നാം കാണുന്നുണ്ട്. അവർക്കും 24 മണിക്കൂറാണ്, നമുക്കും 24 മണിക്കൂറാണ്. അവർ ഈ 24 മണിക്കൂറിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. എന്താണ് ഇതിന്റെ പ്രധാന കാരണം? പ്ലാനിങ് എന്നുള്ളതാണ്. ആസൂത്രണം, പ്ലാനിങ് ഉണ്ടാക്കിയിട്ട് ആ കാര്യങ്ങൾ മനഃശക്തിയോടെ നടപ്പിലാക്കുക എന്നതാണ് അവരുടെ വിജയം. ഈ പാഠത്തിൽ മനസ്സിലാക്കുന്ന സമയം ഒരിക്കലും പാഴാക്കാൻ പാടില്ല. ഓരോ കാര്യത്തിൽ ഒരു പ്ലാനിങ് നടത്തിയിട്ട് ആ പ്ലാനിങ് മുഖേന കാര്യങ്ങൾ ചെയ്യാം. തീർച്ചയായിട്ടും വിജയിക്കും. അള്ളാഹു നമുക്ക് വിജയിപ്പിക്കട്ടെ. നമുക്കൊന്ന് വായിക്കാം. ലോകത്ത് വലിയ നേതാക്കൾ ഒട്ടേറെ കാര്യങ്ങൾ ചെയ്യുന്നതായി കാണുന്നു. ഒരേ സമയം അവർ പല കാര്യങ്ങളിൽ ഇഷ്ടപ്പെടുന്നു. ഒരേ സമയം അവർ പല കാര്യങ്ങളിലും പലരുമായും ഇടപെടുന്നു. വ്യത്യസ്ത രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. അതിന് മാത്രം അവർക്ക് ഇതിനൊക്കെ എവിടെന്ന സമയം എന്ന് ആലോചിക്കാറുണ്ടോ? നമുക്ക് എന്താ ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കാത്തത് എന്ന് വിചാരിക്കാറുണ്ടോ? അവർക്കും നമുക്കുമെല്ലാം 24 മണിക്കൂർ സമയം മാത്രമാണ് ഒരു ദിവസം അള്ളാഹു നൽകിയിട്ടുള്ളത്. സമയത്തിന്റെ അളവിൽ രാജാവും പ്രജയും തമ്മിൽ വ്യത്യാസമില്ല. പണക്കാരനും പാവപ്പെട്ടവനുമില്ല. എല്ലാവർക്കും ഒരേ സമയം. സമയത്തിന്റെ അളവിൽ എല്ലാവരും തുല്യർ, ഒരേ അവകാശങ്ങൾ. അപ്പോൾ വലിയ ആളുകൾ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുന്നതോ? അവർക്ക് സമയത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണമെന്നറിയാം. കൃത്യമായ ആസൂത്രണം അവർക്കുണ്ട്. അത് ചെയ്തു കൊടുക്കാൻ ആളുകളുണ്ട്. ആസൂത്രണമാണ് അവരെ വിജയിപ്പിക്കുന്നത്. അതിലൂടെ അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അപ്പോൾ നമുക്കും നല്ല ആസൂത്രണം ഉണ്ടായാൽ കുറേ കാര്യങ്ങൾ ചെയ്യാൻ കഴിയുമല്ലോ. ചെറിയ സമയം കൊണ്ട് വലിയ കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുകയും ചെയ്യും. അതിന് 2 കാര്യങ്ങൾ വേണം. 1, ശരിയായ ആസൂത്രണം. 2, നല്ല മനഃശക്തി. ഒരു ദിവസം നേരം പുലർന്നാൽ എന്തൊക്കെ ചെയ്യണമെന്ന് നമുക്ക് ആലോചിക്കാം. മനസ്സിൽ പ്ലാൻ ചെയ്തത് ഒരു കടലാസിൽ കുറിച്ചു വെക്കാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻഗണന കൊടുക്കണം. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചുവപ്പ് മഷിയിൽ എഴുതി വെച്ചാൽ കൂടുതൽ ശ്രദ്ധിക്കാൻ കഴിയും. മനസ്സിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങൾ ശരിയായി നടപ്പിൽ വരുത്തുകയാണ് 2ാമത്തെ കാര്യം. ഇതിന് നല്ല മനഃശക്തി വേണം. ചെയ്യാൻ വിചാരിച്ച കാര്യങ്ങൾ ഇന്ന് ഉറങ്ങുന്നതിന് മുമ്പ് തന്നെ ചെയ്തു തീർക്കാനുള്ള മനോനിയന്ത്രണം വേണം. മടുപ്പ് പാടില്ല. അതിന് തടസ്സമായി വരുന്ന കാര്യങ്ങളെ ബുദ്ധിപൂർവം മറികടക്കണം. പ്രയാസപ്പെട്ട കാര്യങ്ങൾക്ക് നല്ല ഫോക്കസ് കൊടുക്കണം. പഠിത്തമാണല്ലോ നമ്മുടെ പ്രധാന ജോലി. അതിനുവേണ്ടി കൂടുതൽ സമയം നീക്കിവെക്കണം. മൊബൈൽ ഗെയിമുകൾ, സോഷ്യൽ മീഡിയ കാര്യങ്ങൾ വളരെ കുറക്കണം. ഇങ്ങനെ അച്ചടക്കം ശീലിച്ചാൽ മാത്രമേ സമയം ലാഭിക്കാൻ കഴിയൂ. ആ നിലക്കും അതിനായി നാം പരിശീലനത്തിൽ ഏർപ്പെടണം. ഓർമ്മിക്കുക, വലിയ വിജയങ്ങൾ നേടുന്നവരെല്ലാം സമയം നന്നായി വിനിയോഗിക്കുന്നുണ്ട്. വേണ്ടാത്ത കാര്യങ്ങൾ ഒഴിവാക്കാൻ പഠിക്കുന്നുണ്ട്. ഇനി നമുക്കതിന്റെ പ്രവർത്തനത്തിലേക്ക് പോകാം. പ്രവർത്തനങ്ങൾ അതല്ലെങ്കിൽ ശീലങ്ങൾ. 1ാമത്തെ ആക്ടിവിറ്റി എന്താണ്? താഴെ കൊടുക്കുന്ന രീതിയിൽ ഒരു പട്ടിക തയ്യാറാക്കുക. അതിൽ നിങ്ങളുടെ ദിവസത്തെ പ്രവർത്തനങ്ങൾ കുറിച്ചു വെക്കുക. എന്റെ ഇന്നത്തെ ദിവസം. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതിൽ എഴുതേണ്ടത്. ഉദാഹരണമായി, മദ്രസയിൽ പോകുന്നത്, പഠിക്കുന്നത്, പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നത്, കൃത്യസമയത്ത് നിസ്കരിക്കുന്നത്. ഇന്ന് ചെയ്യൽ നിർബന്ധമില്ലാത്ത കാര്യങ്ങൾ. കഥാപുസ്തകം വായിക്കുന്നത്, കളിക്കാൻ പോകുന്നത്, കൂട്ടുകാരെ വിളിക്കുന്നത്. ഒഴിവാക്കാവുന്ന കാര്യങ്ങൾ. അമിതമായി ഫോൺ ഉപയോഗിക്കുന്നത്, TV കാണുന്നത്, വെറുതെ സമയം കളയുന്നത്. ഇങ്ങനെയാണ് ഒരു പ്ലാനിങ് ചെയ്യേണ്ടത്. 2ാമതായി, നിങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട സമയം പഠനത്തിന് നീക്കി വെക്കാറുണ്ടോ? ഏത് സമയമായിരിക്കും കുറിച്ചു വെക്കുക. രാവിലെ. നിങ്ങൾ രാവിലെയാണ് പഠിക്കാൻ കൂടുതൽ സമയം നീക്കുന്നതെങ്കിൽ ആ സമയവും വിവരങ്ങളും ഇവിടെ എഴുതുക. രാത്രിയിലാണ് കൂടുതലായി ഇരുന്ന് പഠിക്കാനുള്ളതെങ്കിൽ ആ വിവരങ്ങൾ ഇവിടെ എഴുതുക. എപ്പോഴാണ് പഠിക്കുന്നത്, എത്ര സമയം പഠിക്കുന്നു, എന്താണ് പഠിക്കുന്നത്, സ്കൂളിലത്തെ പുസ്തകമാണോ മദ്രസയിലാണോ പഠിക്കുന്നത് എന്ന് 2ാം കോളത്തിൽ വൃത്തിയായി എഴുതുക. 2 സമയത്തും പഠിക്കുന്നുണ്ടെങ്കിൽ 2ലും എഴുതുക. അള്ളാഹു നമുക്ക് നമ്മുടെ സമയങ്ങളെല്ലാം നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.